പിറന്നാളാഘോഷത്തിന് തന്നെ ഉടമസ്ഥതയിലുള്ള ജിംനേഷ്യമാണ് ജിത്തു സൈനി തെരഞ്ഞെടുത്തത്. ഇവിടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ സുഹൃത്തുക്കളെയും ഇയാൾ ക്ഷണിച്ചു. പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കേക്ക് പിറന്നാളുകാരനായ ജിത്തു സൈനിയുടെ മുഖത്ത് തേക്കാൻ അമർദീപ് സൈനി, മനുഷ് സൈനി, ആകാശ് സൈനി എന്നിവർ ശ്രമിച്ചു. ഇതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും ജിമ്മിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്തു കൊണ്ടുവന്ന ജിത്തു സൈനി 3 പേർക്ക് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. ഒന്നിലേറെ തവണ വെടിയേറ്റ 3 പേരെയും ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരിൽ 8ഓളം പേർക്ക് തോക്ക് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നതായി മരിച്ച അമർദീപ് സൈനിയുടെ സഹോദരൻ പറഞ്ഞു. പിറന്നാളാഘോഷത്തിനിടെ സഹോദരൻ അസഭ്യവർഷം നടത്തുന്നുവെന്ന് തന്നെ ജിത്തു സൈനിയുടെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞിരുന്നതായി സഞ്ജയ് സൈനി പറഞ്ഞു. പ്രശ്നം നാളെ രാവിലെ താൻ പരിഹരിക്കാമെന്ന് സഹോദരൻ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അതിന് കാത്തു നിൽക്കാതെ പ്രതികൾ 3 പേരെയും കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. പിറന്നാൾ ആഘോഷിക്കാൻ പോയവർ ജീവനറ്റ് മടങ്ങിയെത്തിയതിന്റെ ഞെട്ടലിലാണ് കുടുംബം. പ്രതി ജിത്തു സൈനിക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.